കൊച്ചിയിലെ സാഗർ റാണി സൺസെറ്റ് ക്രൂയിസ് എന്ന ചെറിയൊരു കടൽ യാത്രയുടെ വിവരണങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നല്ല കാറ്റും മഴയും ഇടിയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ദിവസമാണ് ഇങ്ങനെ ഒരു യാത്ര പോകാൻ വേണ്ടി സാധിച്ചത്. ഹൈക്കോർട്ടിനടുത്തുള്ള സാഗർ റാണി ടെർമിനൽ, അതായത് നമ്മുടെ വാട്ടർ മെട്രോയുടെ ടെർമിനലിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ്. അവിടെ നിന്ന് തന്നെയാണ് ഈ യാത്ര പുറപ്പെടുന്നത്. സാധാരണയായിട്ട് സൺസെറ്റ് ക്രൂയിസ് എന്ന് പറയുമ്പോൾ വൈകുന്നേരം 5:30 പോവും, 7:30 ആകുമ്പോഴേക്കും തിരിച്ചെത്തും. ചെറിയ സ്നാക്സ്, അതുപോലെ ചായ, അതൊക്കെ കിട്ടും. 600 രൂപയാണ് ഒരാൾക്ക് ചാർജ് വരുന്നത്. നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം. സാഗർ റാണി 1, 2 എന്നിങ്ങനെ 2 ബോട്ടുകളാണ്. ബോട്ടെന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ബോട്ടാണ്. കപ്പലല്ല, ഒരു വലിയ ബോട്ട് എന്ന് തന്നെ പറയാം. മുകളിലും താഴെയുമായിട്ട് 2 ഭാഗങ്ങളാണ് ഈ ബോട്ടിനുള്ളത്. ഒരു ഡൈനിങ് ഹാളുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ നേരെ മുൻഭാഗത്തായിട്ട് ഒരു AC ഹാളുമുണ്ട്. അപ്പോൾ സാധാരണയായിട്ട് നമ്മളിതിൻ്റെ മുകൾ ഭാഗത്തിരുന്നിട്ടാണ് യാത്ര ചെയ്യുക. മുകളിലിങ്ങനെ സീറ്റിംഗ് ഒക്കെ ഉണ്ട്, സേഫാണ്. സൈഡിലൊക്കെ നല്ല പ്രൊട്ടക്ഷൻ ഉണ്ട്, അതുപോലെ ലൈഫ് ജാക്കറ്റുകളുണ്ട്, അങ്ങനെയെല്ലാം ഉണ്ട്. അങ്ങനെ രാവിലെ വൈകുന്നേരം 5:30 പുറപ്പെട്ട് 7:30 തിരിച്ചെത്തും. അങ്ങനെയാണ് ഈ സൺസെറ്റ് ക്രൂയിസിൻ്റെ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത്. 600 രൂപയാണ് ഒരാൾക്ക് ചാർജ്. ഓൺലൈനായിട്ട് നമുക്കിതിൽ സീറ്റ് ബുക്ക് ചെയ്യാനും സാധിക്കും. എല്ലാ വിവരണങ്ങളും കൊച്ചിയെ പറ്റിയിട്ടും ചരിത്ര സംഭവങ്ങളും ഒക്കെ ഈ യാത്രയുടെ ഇടയിൽ നമുക്ക് വിശദീകരിച്ച് തരും. അതുപോലെ പാട്ടുണ്ടാവും, ഡാൻസ് ഉണ്ടാവും. ഇതൊക്കെ ആസ്വദിച്ച് വളരെ നല്ല ഒരു യാത്രയാണ് ഈ സാഗർ റാണിയുടെ സൺസെറ്റ് ക്രൂയിസ്. അതുകൂടാതെ നമുക്ക് പോണ വഴിക്കൊക്കെ നല്ല കാഴ്ചകളാണ്. അതായത് ബോൾഗാട്ടി പാലസാണ് ഈ കാണുന്നത്. അതിൻ്റെ സൈഡിൽ കൂടി നമ്മൾ ഫോർട്ട് കൊച്ചിയിലേക്ക് വാട്ടർ മെട്രോയിൽ പോകുമ്പോൾ കാണുന്ന ആ കാഴ്ച തന്നെയാണിത്. ഇത് കുറച്ച് കടലിലേക്ക് ഇറങ്ങി പോകുന്നു മാത്രം. അപ്പോൾ പോണ വഴിക്ക് നമുക്കിങ്ങനെ കപ്പലുകളൊക്കെ കാണാം. അതുപോലെ നമ്മുടെ മല്ലാർപ്പാടം കണ്ടെയ്നർ ടെർമിനലിൻ്റെ അടുത്ത് കൂടിയാണ് പോവുക. അങ്ങനെ പോയിട്ട് ഫോർട്ട് കൊച്ചിയുടെ ഭാഗത്ത് കൂടി കുറച്ച് ദൂരം കടലിലേക്കൊക്കെ പോയി അങ്ങനെ തിരിച്ചു വരികയാണ് ചെയ്യുക. രാത്രിയിലെ യാത്ര ആയതുകൊണ്ട് തന്നെ മഴക്കാറൊന്നുമില്ലെങ്കിൽ നമുക്ക് നല്ലൊരു സൺസെറ്റ് ആസ്വദിക്കാം. അതുപോലെ ഈ രാത്രിയിൽ കൊച്ചിയുടെ തീരങ്ങളിലുള്ള ലൈറ്റുകളും എല്ലാം കണ്ട് വളരെ നല്ല ഒരു യാത്രയാണ് നമുക്ക് സമ്മാനിക്കുക. പോണ വഴിക്ക് നമുക്ക് കുറച്ച് കപ്പലുകളൊക്കെ ഓരോ സ്ഥലങ്ങളിൽ കിടക്കുന്ന കാണാം. അതുപോലെ കടലിലുള്ള പല കാഴ്ചകളും നമുക്ക് കാണാൻ പറ്റും. ഈ കാണുന്നത് ഫോർട്ട് കൊച്ചിയുടെ ഭാഗമാണ്. ചീനവലകളൊക്കെ നമുക്ക് കാണാം. ഫോർട്ട് കൊച്ചി തീരത്ത് അവിടുത്തെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഈ ചീനവലകളുടെ ഒരു കാഴ്ചയാണ്. എന്തായാലും ഇദ്ദേഹം വളരെ നല്ല രീതിയിലാണ് നമുക്ക് കാര്യങ്ങൾ വിശദീകരിച്ച് തരിക. വളരെ വിശദമായി തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല ഒരു വിശദീകരണമാണ് അദ്ദേഹം നൽകിയത്. ഈ കാണുന്നത് ഫോർട്ട് കൊച്ചിയിലെ ബോട്ട് ടെർമിനലാണ്. വാട്ടർ മെട്രോയുടെ ബോട്ടൊക്കെ വന്ന് നമ്മളിവിടെ ഇറങ്ങുന്ന ആ സ്ഥലമാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞാൽ ഇതാ തീരം ആണ്. അവിടെ നമ്മൾ കുറച്ച് കടലിൽ കൂടി കുറച്ച് ദൂരം യാത്ര ചെയ്യും. യാത്രയുടെ ഇടയിൽ നമുക്ക് സ്നാക്സും അതുപോലെ ചായയൊക്കെ കിട്ടും. അതൊക്കെ ഈ 600 രൂപയിൽ ഇൻക്ലൂഡിങ് ആണ്. അദ്ദേഹം നല്ലൊരു ഗായകനാണ്. കരോക്കെ ഇട്ടിട്ട് നല്ല പാട്ടുകളൊക്കെ പാടും. ഇടയ്ക്ക് ഈ വിശദീകരണം നൽകുന്നതിന് ഇടയ്ക്ക് ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കും. വിശദീകരണത്തിൻ്റെ ഇടയിലല്ല, വിശദീകരണം ഇടയ്ക്ക് നിർത്തും, അപ്പോൾ പാട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ അരണ്ട വെളിച്ചത്തിൽ ഇങ്ങനെ കടലിലെ കാഴ്ചകളൊക്കെ കാണാം. ശരിക്കും പറഞ്ഞാൽ മഴക്കാറൊന്നും ഇല്ലെങ്കിൽ നല്ല സൺസെറ്റിൻ്റെ ആ നല്ല വർണ്ണഭംഗിയൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. പക്ഷേ ഇന്ന് ഇടയ്ക്കിടയ്ക്ക് നല്ല മിന്നലാണ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇടയ്ക്കിടയ്ക്ക് മിന്നലിൻ്റെ ഒരു വെളിച്ചം നമുക്ക് കാണാം. ഇടയ്ക്ക് ഇങ്ങനെ ഡാൻസ്, അതിൽ എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. താല്പര്യമുള്ളവരൊക്കെ പോയിട്ട് ആ പാട്ടിനൊപ്പം ഡാൻസൊക്കെ ചെയ്ത് വളരെ അടിപൊളിയായിട്ടുള്ള വളരെ എൻജോയ്മെൻറ്റ് നൽകുന്ന ഒരു യാത്ര തന്നെയാണ് ഈ സാഗർ റാണി സൺസെറ്റ് ക്രൂയിസ് എന്ന് പറയുന്നത്. ഡാൻസിൻ്റെ പാട്ടിൻ്റെയൊക്കെ ഒറിജിനൽ മ്യൂസിക് ഒഴിവാക്കിയിട്ടുണ്ട്. കോപ്പറേറ്റ് ഇഷ്യൂസ് വരുന്നതുകൊണ്ട് തന്നെ വേറെ മ്യൂസിക്കാണ് ആഡ് ചെയ്തിട്ടുള്ളത്.
എല്ലാവരും വളരെ എൻജോയ് ചെയ്തുകൊണ്ടുള്ളൊരു യാത്രയായിരുന്നു. പ്രായഭേദമന്യേ എല്ലാവരും നല്ല ഡാൻസും കളിയും ഒക്കെ ആയിട്ട് അങ്ങനെ 2 മണിക്കൂർ പോയത് സത്യം പറഞ്ഞാൽ അറിഞ്ഞില്ല. അതിനിടയ്ക്ക് ഇങ്ങനെ വേറൊരു ഡാൻസ് പ്രോഗ്രാം ഉണ്ട്. 2 പയ്യന്മാർ വന്നിട്ട് വളരെ നല്ലൊരു പെർഫോമൻസ് അങ്ങനെ ഒരു 2 പ്രാവശ്യം അതിനുണ്ടായി. പിന്നെ നമ്മൾ തിരിച്ചുള്ള യാത്രയാണ്. കണ്ടെയ്നർ ടെർമിനൽ വഴി വീണ്ടും നമ്മൾ ഹൈക്കോർട്ടിലുള്ള സാഗർ റാണി ക്രൂയിസിൻ്റെ ടെർമിനലിലേക്കുള്ള യാത്രയാണ്. കൊച്ചിയുടെ തീരത്തെ ലൈറ്റുകളും ഒക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ട് നമുക്ക് തിരികെ നമ്മൾ യാത്ര പുറപ്പെട്ട സ്ഥലത്തേക്ക് തന്നെ ഹൈക്കോർട്ടിലുള്ള ടെർമിനലിലേക്ക് തന്നെ എത്തിച്ചേരുകയാണ്. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക. കൂടാതെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന് കൊടുത്താൽ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതാണ്. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം എന്ന പ്രതീക്ഷയോടെ. താങ്ക് യു.